ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ തൽബീന എന്താണ് തൽബീന? യൂട്യൂബിലൊക്കെ നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഒത്തിരി വരുന്നുണ്ടാവും. പലരും ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ തൽബീനയുടെ റെസിപ്പി അല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. തൽബീന എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൽബീനയെ കുറിച്ചിട്ട് പലർക്കും അറിയായിരിക്കും, എങ്കിൽ അറിയാത്തവർക്ക് ഒരു അറിവ് കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പ്രൊഫേറ്റിക് മെഡിസിനിൽ രോഗിയുടെ മനസ്സിന് സമാധാനം ലഭിക്കാനും അതുപോലെ തന്നെ അവരുടെ വേദനയും പ്രയാസവുമൊക്കെ കുറയ്ക്കുവാനും വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സൂപ്പർ അറബിക് ട്രഡീഷണൽ ഡയറ്റാണ് നമ്മുടെ ഈ ഒരു തൽബീനയെ അറിയപ്പെടുന്നത്. പുരാതന കാലം മുതൽക്ക് തന്നെ അറബികളൊക്കെ ഉപയോഗിച്ചു വരുന്ന ഒരു ഭക്ഷണമാണ് തൽബീന എന്ന് പറയുന്നത്. ഇക്കാലത്ത് പോഷകാഹാര മനഃശാസ്ത്രത്തിനൊക്കെ ഏറെ പ്രസിദ്ധിയാണല്ലേ. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് പുറമെ മാനസിക ആരോഗ്യത്തിനെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മാനസിക വിഷമങ്ങളെയൊക്കെ ലഘൂകരിക്കുവാൻ കഴിയുന്ന ഭക്ഷണമായിട്ടാണ് ഈ തൽബീനയെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് കഴിക്കുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ വളരെ ഉത്തമമാണ് തൽബീന എന്ന് പറയുന്ന ഈ സൂപ്പർ ഡിഷ്. പ്രവാചകന്റെ ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നായ ബാർലി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു തൽബീന തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പ്രധാന ചേരുവയെന്ന് പറയുന്നത് ബാർലിയും പാലുമാണ്. അപ്പോൾ ഈ ഒരു ബാർലിയുടെ ഫൈബർ കണ്ടന്റ് നമ്മുടെ ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ഒരു പ്രീബയോട്ടിക് ആയിട്ട് ഇത് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ സ്ട്രോങ് ആക്കുകയും ചെയ്യുന്നു കേട്ടോ. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഈ ഒരു തൽബീന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നോമ്പ് കാലത്ത് തൽബീനയ്ക്ക് പ്രസിദ്ധി ഏറെ ഉള്ളതും കേട്ടോ. ഈ സ്ട്രെസ്സും അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ കുറച്ചിട്ട് ശാരീരികവും മാനസികവുമായ സന്തോഷം നിലനിർത്താൻ ഈ ഭക്ഷണത്തിന് കഴിയുമെന്നത് ഇതിൻ്റെ ഒരു അത്ഭുതകരമായ പ്രത്യേകതയാണ് കേട്ടോ. കാരണം ഈ ബാർലിയിൽ അടങ്ങിയിട്ടുള്ള ട്രിപ്റ്റോഫോൺ എന്ന് പറയുന്നത് സെറാട്ടോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് സെറാട്ടോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺ ആണ് കേട്ടോ. ഇതിൻ്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാനും നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യാനും സഹായിക്കുന്നു. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുവാനും നമ്മുടെ ഗട്ട് ഹെൽത്തിനെ സ്ട്രോങ് ആക്കാനുമൊക്കെ ഈ ഒരു ഫുഡിന് കഴിയുമെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെയ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെ വളരെയധികം കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ വെയ്റ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു സൂപ്പർ ഫുഡിന് കഴിയുമെന്നുള്ളതാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഫൈബർ, അതായത് സൊല്യൂബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ നിലനിർത്തിയിട്ട് ഇതിലൂടെ ഹാർട്ട് ഡിസീസസ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ തടയാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ആയിട്ടുള്ള ഇയും സിയും ഒക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ സിങ്ക്, കാൽഷ്യം, അയൺ, മഗ്നീഷ്യം എന്നിവയുടെ സാന്നിധ്യം നമ്മുടെ ബോൺ ഹെൽത്തിനെയും സഹായിക്കുന്നു കേട്ടോ. ഇത് കുട്ടികളുടെ വളർച്ചയ്ക്കും മുതിർന്നവരുടെ ഈ ബോൺ ഹെൽത്തിനും വളരെ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഡയബറ്റീസ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓട്സ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഓട്സിനേക്കാളും 4 ഇരട്ടി സൊല്യൂബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബാർലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓട്സ് കഴിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ തൽബീന എന്ന് പറയുന്ന ഈ ഒരു ഫുഡ് കേട്ടോ. അതായത് ബാർലി ഉപയോഗിച്ചിട്ടുള്ള ഈ തൽബീന കഴിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം. ബാർലിയും പാലും പ്രധാന ചേരുവയായിട്ടുള്ള തൽബീനയിൽ കറുവാപ്പട്ട, ഏലക്ക, വയനയില എന്നീ സ്പൈസസും അതേപോലെ തന്നെ മിക്സഡ് നട്ട്സും ചേർത്ത് മധുരത്തിന് വേണ്ടിയിട്ട് തേനോ ഈന്തപ്പഴ ചാറോ ഉപയോഗിക്കാം. ഇത് നോമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സുഹൂറിനോ അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ സമയത്തോ കഴിക്കാം. ഇല്ല നോമ്പ് കാലം അല്ലെങ്കിൽ നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ട് നമ്മൾ ഈ ഓട്ട് മീലൊക്കെ കഴിക്കില്ലേ, അതുപോലെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡാണ്. ഈ അത്ഭുതകരമായിട്ടുള്ള പ്രത്യേകതകൾ തന്നെയാവും അല്ലേ ഈ ഒരു ഡിഷിനെ സുന്നത്തായിട്ടുള്ള കംഫർട്ട് ഫുഡ് എന്ന് ഇസ്ലാം അവകാശപ്പെടുന്നത്. അപ്പോൾ തൽബീന എന്താണെന്നും തൽബീനയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ഇതിൻ്റെ പ്രധാന ചേരുവകൾ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.